അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് നേരം കാത്തുനിന്നപ്പോൾ മഴയൊക്കെ പെയ്തു. എൻ്റെ കാറും കൊണ്ട് പോയി. കാരണം എനിക്ക് കാർ ഓടിച്ച് വരാൻ കഴിയില്ലല്ലോ ബസ്സുള്ളപ്പോൾ. ഗൈസ്, ഒരു പെട്രോൾ പമ്പിലാണ് ഒരു വരെ പറഞ്ഞത്. ഞാൻ നേരത്തെ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടായിരുന്നു നിർത്തിയിരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ്, വണ്ടി ഇതവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ ഓരോട് ചോദിക്കണം. ഓരോട് ചോദിച്ചു വരാം. ഓരോ അതിൻ്റെ ഉള്ളിലാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഓരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പൈസയൊക്കെ കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ പുറത്തത്തെ ലുക്കൊന്ന് കാണാം ഗൈസ്. സെഡോണ ഏതാ ലുക്ക് ഗൈസ്. ക്യാബിൻ വർക്കൊക്കെ ഉണ്ട്. ഇജാതി വണ്ടിയാണെന്ന് ഒക്കെയാണ് അവർ പറഞ്ഞത്. ബാക്കിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കുറേ DJ ഉള്ള വണ്ടിയാണ്. നമുക്കൊന്ന് വണ്ടിയുടെ ഉള്ളിൽ കയറി നോക്കാം കേട്ടോ. ചാവിയൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറി വണ്ടി ഓണാക്കാം. നമ്മൾ വണ്ടി ഓണാക്കി ഒറ്റ കേട്ടോ എനിക്കറിഞ്ഞൂടെ. വണ്ടി ഓണാക്കിയിട്ടുണ്ട്. പിന്നെ ലൈറ്റ് നെയിം ബോർഡ് നോക്കുക ഗൈസ്, അടിപൊളി. നെയിം ബോർഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇജാതി സെറ്റപ്പാണ്. ഇതൊക്കെ ഓണാക്കി നോക്കി. ഇതൊക്കെ ഒന്ന് ശരിക്കും വർക്കിംഗ് ആണെന്നൊക്കെ നോക്കണ്ട ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നമുക്ക് വണ്ടി എടുത്തിന് പോയാൽ മാത്രം മതി. ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഓർക്ക് സങ്കടം ഉണ്ടാവില്ല ഗൈസ് ഓരോ വണ്ടി കൊണ്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകണം. എൻ്റെ ഫ്രണ്ട് ഓൾറെഡി വണ്ടി എടുത്തിരുന്നു. ഇതിൻ്റെ അതിനെൻ്റെ കൂടെ ഉണ്ട്. അതിനെക്കൊണ്ട് ഓരോ ഒച്ചകളൊക്കെ ഉണ്ട്. നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. ഇൻറ്റീരിയറാണ് അല്ല ക്യാബിന് ഗൈസ് പറഞ്ഞ കാര്യം. ക്യാബിനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ നമുക്കൊരു ട്രാവലർ എടുക്കണം ഗൈസ്. നമ്മളടുത്ത് ട്രാവലർ ഇല്ല. ഇപ്പോൾ ട്രാവലറും പിന്നെ നമുക്കൊരു സെറ്റ് ബാഗ് എടുക്കണം. അപ്പം അതിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ അത് കുറച്ച് ഈ അടുത്ത് തന്നെ എടുക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവാണ്. അടുത്ത നമ്മൾ ട്രാവലറും സെഡ് ബാഗ് ഒക്കെ എടുക്കണം. ആ സെഡ് ബാഗിൻ്റെ പേര് നമ്മൾ തീരുമാനിച്ചില്ല. ഈ അടുത്ത് തീരുമാനിക്കട്ടെ ഗൈസ്. എന്നോട് എൻ്റെ അനിയൻ പറഞ്ഞത് വയനാടിൻ്റെ ബൂംസ്റ്റർ ആക്കി എടുക്കാനാണ്. ഞാൻ കഴിയുന്നിടത്തോളം നോക്കുക ഗൈസ്. ബൂംസ്റ്റർ ആക്കി ലെവലാക്കി നമുക്ക് അങ്ങോട്ട് ഇറക്കാം. ബൂംസ്റ്റർ വയനാട് ബ്ലോഗറിനെ കൊണ്ട് സന്തോഷമായിട്ട് ഇവിടെ കൂടെ ഓടിക്കുമ്പോൾ ഒരു ഊട്ടി വൈബാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടി ഒന്നുകൂടെ സൈഡാക്കി ഫോട്ടോ എടുത്താൽ നമ്മൾ വണ്ടി ഒന്ന് ചെറുതായിട്ട് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. വണ്ടി സൈഡാക്കി ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ നെയിം ബോർഡ് മൊത്തം റെയിൻബോ ആണ് ഗൈസ്. MVD കണ്ടാൽ പൊക്കും ഗൈസ്. അവനെക്കൊണ്ട് നമുക്ക് ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിടാം ഗൈസ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് വണ്ടിയും കൊണ്ട് പോയെന്ന്. ആ ഫ്രണ്ട് ആരാന്നറിയോ ഗൈസ്? എൻ്റെ അനിയനാണ്. അവൻ ബാക്കിൽ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അവനാണ് ബാക്കിൽ വരുന്നുണ്ട്. എന്നോട് പറഞ്ഞു അവൻ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഗൈസ് ഓന് ഇപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്ത് അവിടുന്ന് ഇപ്പോഴാണോ ഇറങ്ങിയതല്ലേ എൻ്റെ മുന്നിൽ എത്തേണ്ടതാണ്. ഇപ്പോൾ
വന്നുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റായി. നമുക്ക് ഇവിടെ ഇനി കുറച്ച് വണ്ടിയിൽ പണിയുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് വണ്ടി ഒന്നും ഇവിടെ സൈഡാക്കിയിട്ട് ഓരോട് പറയണം ഗൈസ്. നമുക്ക് വണ്ടിയിൽ കുറച്ച് വർക്കൊക്കെ ഈ വണ്ടിയുടെ പേരെന്താണെന്ന് അറിയുമോ ഗൈസ്? ഞാൻ കഷ്ടപ്പെട്ട് നമ്മളെ നോമേഡ് ആക്കാനാണ് ഇവരോട് പറഞ്ഞത്. ഒരു നോമേഡ് ആക്കി തരിക നമ്മളോട് പറഞ്ഞ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയിക്കോളാനാണ്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാണ്. വണ്ടി തട്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു. ബാക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്നു. അപ്പം നമ്മൾ ഇത് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇറങ്ങിയിട്ട് അദ്രി വരുന്നുണ്ട് ഗൈസ്. ഇനി ഓൻ്റെ അടുത്തേക്ക് പോകണമല്ലോ. ഓരോട് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ ചെയ്തോളൂ. ഇനി നമുക്ക് പോവാം ഗൈസ്. ഇപ്പം അദ്രിയാണ് വിളിച്ച് പറഞ്ഞത്. എത്താൻ കുറച്ച് നേരം വൈകുന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ഇവിടെ കാത്തിക്കാം. ഓന അമ്മേനെ കൂട്ടാൻ പോകണ്ട ഗൈസ്. അപ്പം എന്നെ കൂട്ടാൻ വരികയായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്നെ അടുത്ത വീഡിയോ കാണാം ഗൈസ്.